ഇന്നത്തെ കാലഘട്ടത്തിൽ SLC+2 ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പല ആളുകളും അത് ആ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് SLC+2 പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ NIOS പോലുള്ള ഓഫ്ലൈൻ സംവിധാനങ്ങളുണ്ട്. പക്ഷേ പല ആളുകളും കൃത്യമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല. അത് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു അവയർനെസ് കുറവായത് കൊണ്ടാവും. അപ്പോൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ SLC+2 കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ വെറും 5 സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഇപ്പോൾ NIOS ബോർഡ്, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് NIOS. NIOSൽ ആകെ 5 വിഷയങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓഫ്ലൈനായിട്ട് പോയിട്ട് സ്കൂളിൽ പോയിട്ട് എക്സാം ഒന്നും എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് SLC+2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോസെ പോലുള്ള ബോർഡുകളുണ്ട്. അതാകുമ്പോൾ നമുക്ക് അവർക്ക് ഓൺലൈനായിട്ട് പഠിക്കാം, ഓൺലൈനിലൂടെ പരീക്ഷ എഴുതാം. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവർക്ക് ഉപരിപഠനം സാധ്യമാണ്. UPSC എക്സാമുകൾ, പ്രൊമോഷൻ കാര്യങ്ങൾ, ഇതിനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഗവൺമെന്റ് ജോലികൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ആകുക നമ്മുടെ NIOS ആണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം NIOS ഓഫ്ലൈൻ എക്സാമാണ്. സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു ഇക്വലൻസി എക്സാമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഈവൻ നീറ്റ് എക്സാം, കീം, JEE പോലുള്ള എക്സാമൊക്കെ എഴുതാൻ NIOS അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ബോർഡാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ടാണ്. ബോസ് ഒരാൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ഇവർക്ക് ഒരാൾ വിദേശത്താണ് അല്ലെങ്കിൽ മറ്റ് വർക്ക് ചെയ്യാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും അവർക്ക് ഓഫ്ലൈനായിട്ട് പറ്റാൻ ഉണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്ക് ഓൺലൈനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അവർ ഏത് രാജ്യത്തായാലും അവർക്ക് ഓൺലൈനായിട്ട് ഇരുന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഇന്ന് നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് ആരും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല. ധാരാളം ആളുകൾ ഇനിയും SLC+2 കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇഷ്ടം പോലെയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. സോ അവർക്കുള്ള ഒരു ഓപ്ഷനുകളാണ് ഇപ്പോൾ ഒന്നുമില്ല, ഓഫ്ലൈനായിട്ട് എഴുതാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എഴുതാം. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷെ ഭയം കാരണം ആരും മുന്നോട്ട് വരുന്നില്ല. പല പേടി, ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള ഭയമായിരിക്കും. പിന്നെ ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതേപോലെ കുറേ ഏജ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭയം കാരണമാണ് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാത്തത്. NIOS സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ ഭയപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. സിലബസ് സിമ്പിളാണ്, ഭയപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഈസി ആയിട്ട് അവർക്ക് മലയാളത്തിൽ തന്നെ എക്സാം എഴുതാം. നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ നൽകിയിട്ടാണ് ഒരു കോഴ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാം. പ്രായം ഒരു തടസ്സമല്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് ഇത് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവരുടെ ഒഴിവ് സമയം, അവർ ജോലി ചെയ്യുന്നവരാണ് അറിയാം. അപ്പോൾ അവരുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി ഒരു അരമണിക്കൂറൊക്കെ ഡെയിലി പഠനത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർക്ക് എജുവലിലൂടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവർ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് 100% നമുക്ക് ഒരു പാസ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. കാരണം അത്രയും നല്ല കോച്ചിങ് ആണ്, നല്ല ഫാക്കൽറ്റിനെ വെച്ചിട്ടുള്ള കോച്ചിങ് ആണ് എജുവൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, അതിന് വേണ്ട എല്ലാവിധ സർവീസുകളും നമ്മൾ നൽകുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഞങ്ങളാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ ലൈവ് ക്ലാസ്സുകൾ, അവർക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ, അവർക്കുള്ള അസൈൻമെൻറ്റ് സപ്പോർട്ട്, അവർക്കുള്ള മെൻറ്റർഷിപ്പ്, അതേപോലെ തന്നെ കൗൺസിലിംഗ് കാര്യങ്ങൾ, ഇതൊക്കെ നൽകിയിട്ടാണ് നമ്മൾ ഓരോ വിദ്യാർത്ഥികളെയും അവരുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത്.